സച്ചിയോടും രേവതിയോടും എല്ലാം ശ്രുതിയൊക്കെ നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അവർ പറ്റിക്കപ്പെട്ടെന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാവരും തങ്ങളെ കുറ്റപ്പെടുത്തുകയാണെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറിപ്പോവാണ്. വർഷ പറയുന്നുണ്ട്, നമ്മളൊന്നും പറയണ്ട ചേച്ചി, നമ്മൾ എന്ത് പറഞ്ഞാലും അവരതനുസരിക്കില്ല. അവരുടെ ഭാഗത്ത് തെറ്റാണെങ്കിലും അവരൊന്നും കാണുക പോലും ഇല്ല. അപ്പോ ചന്ദ്ര ചോദിക്കാണ്, അവർക്കൊരു അബദ്ധം പറ്റി എന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? എന്റെ മക്കളെ നന്നായി തിരിച്ചു വരും, നിങ്ങൾ നോക്കിക്കോ എന്നും പറഞ്ഞ് അകത്തേക്ക് പോകുമ്പം രവീന്ദ്രൻ പറയുന്നുണ്ട്, നീ ഒറ്റയിരുത്തിയാ അവനെ ഈ രീതിക്ക് ആക്കുന്നത്. അവൻ ചെയ്യുന്ന എല്ലാ തെറ്റുകളും നീ ക്ഷമിച്ചങ്ങ് വിടും. എപ്പോഴും ആവശ്യമില്ലാതെ അവനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. പുകഴ്ത്തി അവനൊരു മണ്ടനാണെന്നുള്ള കാര്യം പോലും അവൻ മറന്നുപോയി. നിങ്ങൾ എന്താ പറഞ്ഞേ? എന്റെ മോൻ മണ്ടനാണെന്നോ? അതെ, അവൻ മണ്ടൻ തന്നെയാ, അതിലൊരു സംശയം വേണ്ട. അല്ലെങ്കിൽ പിന്നെ 30 ലക്ഷം രൂപയൊക്കെ 2-3 ദിവസത്തെ പരിചയം കൊണ്ട് ഒരാൾക്ക് കൊടുക്കുവോ എന്ന് ചോദിക്കാണ്. അങ്ങനെ ശ്രുതി മുറിയിലേക്ക് പോയിട്ട് അവർ ഭയങ്കരമായിട്ട് കരയുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യാണ്. ഈ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ഇവരെല്ലാം മുമ്പിൽ നമ്മൾ ജയിച്ചു കാണിക്കണം ശ്രുതി. എത്രയും പെട്ടെന്ന് അതുപോലൊരു വീട് നമുക്ക് വാങ്ങിക്കണം. ഇവരെല്ലാം മുമ്പിൽ നമ്മൾ ഞെളിഞ്ഞു നിൽക്കണം. പിന്നെ ആ വിശ്വനാഥനെയും ഭാര്യനെയും അവരെ വെറുതെ വിടരുത്. അവരെ എങ്ങനെയെങ്കിലും നമുക്ക് കണ്ടെത്തണം എന്നൊക്കെ പറയാണ്. ഇതിനു ശേഷമാണ് നമ്മുടെ നീലിമ വരുന്നതും നീലിമേനെ സച്ചി പിടിച്ചോണ്ട് വരുന്നതും അതുപോലെ വീട്ടിലേക്ക് വന്ന് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതിനെ നമ്മുടെ ചന്ദ്ര ആട്ടി പുറത്താക്കുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓൾറെഡി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അതിനുശേഷമുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ നമ്മുടെ സച്ചിക്ക് ഒരു ലോങ് ട്രിപ്പ് വരികയാണ്. തമിഴ്നാട്ടിലേക്കാണ് കേട്ടോ ഒരു ട്രിപ്പ് പോണത്. അങ്ങനെ സച്ചി ആണെങ്കിൽ രേവതിയോട് പറയാണ്, നാളെ വെളുപ്പിന് തന്നെ എനിക്ക് പോകണം. ഏകദേശം ഒരു 5 മണി. 2 ദിവസത്തിനുള്ള ഡ്രസ്സ് നീ പാക്ക് ചെയ്തേക്ക്. കാരണം നാളെ കഴിഞ്ഞും വരാൻ പറ്റും തോന്നുന്നില്ല. അയ്യോ സച്ചിയേട്ടാ, 2 ദിവസമോ? അപ്പോൾ ഭക്ഷണമൊക്കെയോ? എന്താ രേവതി, എല്ലാ നാട്ടിലും ഹോട്ടലൊക്കെ ഇല്ലേ? ഞാൻ അവിടെ നിന്നൊക്കെ കഴിക്കും. എന്തായാലും ഈ 2 ട്രിപ്പിനെ നല്ല കാശുണ്ടാക്കാം. 10-15,000 രൂപ എന്തായാലും കിട്ടും. അത് നല്ല കാര്യമല്ല സച്ചേട്ടാ. എങ്കിൽ ഞാനെല്ലാം റെഡിയാക്കി വെക്കാം. ആ ഡ്രസ്സൊക്കെ എവിടെയാന്ന് പറ, ഞാനിവിടെ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ 2 പേരും കൂടിയിട്ട് കൊണ്ടുപോകാനുള്ള ഡ്രസ്സും ബാക്കി സാധനങ്ങളും എല്ലാം പാക്ക് ചെയ്ത് വെക്കാണ്. രാവിലെ വെളുപ്പിന് 5 മണിയാകുമ്പോഴെങ്കിലും ഇവിടുന്ന് പോകണം. ഹോട്ടലിൽ പോയിട്ട് ആളെ എടുത്തുകൊണ്ട് വേണം നേരെ അങ്ങോട്ടേക്ക് പോകാൻ, തമിഴ്നാട്ടിലേക്ക് പോകാൻ എന്ന് പറയാണ്. അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ട് ഇവർ കിടക്കുകയാണ് കേട്ടോ. ഹാളിൽ പാവരിച്ച് കിടക്കുന്നുണ്ട്. രേവതി പറയാണ്, നമ്മൾ 2 പേരും ഇങ്ങനെ അരമണി കൂട്ടുന്ന പോലെ ശേഖരിച്ച് എന്തായാലും നമുക്ക് നല്ലൊരു വീട് പണിയണം സച്ചേട്ടാ. നല്ലൊരു വീട് തന്നെ പണിയണം, വലിയൊരു വീട് എന്നൊക്കെ പറയാണ്. സോറി, വീടല്ല കേട്ടോ, വലിയൊരു മുറി പണിയണമെന്ന് രേവതി പറയാണ്. എന്നെങ്കിലും അത് നടക്ക് രേവതി, എന്ത് ചെയ്യാനാ? ഓരോ പ്രശ്നങ്ങൾ ഓരോ വഴിക്ക് വന്നോണ്ടിരിക്കല്ലേ, അതല്ലേ പ്രശ്നം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ 2 പേരും കിടന്ന് ഉറങ്ങുന്നുണ്ട്. രാവിലെ വെളുപ്പിന് തന്നെ സച്ചി ആ ഒരു ഓട്ടത്തിന് വേണ്ടി പോവാണ്. അങ്ങനെ രാവിലെ 7 മണിയൊക്കെ ആകുമ്പോഴേക്കും രേവതി എല്ലാവർക്കും ചായയും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം റെഡിയാക്കുന്നുണ്ട്. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കാണ്, അല്ല മോളെ സച്ചി പോയച്ചാ? രാവിലെ 5 മണിക്ക് പോകണമായിരുന്നു. സച്ചിയുടെ അങ്ങോട്ട് തന്നെ വെളുപ്പിന് പോയി. 2 ദിവസം കഴിഞ്ഞിട്ട് ഇനി മടങ്ങി വരുവുള്ളൂ. ഹോ, സമാധാനമായി. 2 ദിവസം ഇനി അവന്റെ പ്രകടനം കാണണ്ടല്ലോ എന്ന് ചന്ദ്ര പറയുമ്പം രവീന്ദ്രൻ ചോദിക്കാണ്, നീയൊക്കെ ഒരമ്മയാണോടി? നിന്റെ സ്വന്തം മോനല്ലേ സച്ചി? നീ തന്നെയല്ലേ അവനെ പ്രസവിച്ചത്? എന്നിട്ട് ഇങ്ങനെ പറയാൻ നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നു? അവൻ നിന്റെ കുഞ്ഞല്ലേ. അവനങ്ങനെ പോയാല് ഏതൊരമ്മയ്ക്കാണെങ്കിലും വിഷമം വരും. നീ എന്തൊരു സ്ത്രീയാ, മനുഷ്യ സ്ത്രീ തന്നെയാണോ എന്ന് ചോദിക്കാണ്. അതെ, എന്നെ അമ്മയായിട്ടൊന്നും അവൻ കാണാറില്ലല്ലോ. എപ്പോഴും അവന് എന്നോട് ദേഷ്യ. എന്നെ എന്തൊക്കെയാ അവൻ പറഞ്ഞത്? പിന്നെ ഞാനെന്തിനാ അവനങ്ങനെ കാണേണ്ട കാര്യം എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയാണ്, നിന്നെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. 2 ദിവസം എന്റെ മോന് എത്രയോ ദൂരം പോയിരിക്കുക, അതും വണ്ടി ഓടിച്ചുകൊണ്ട്. ആ പാവം കഷ്ടപ്പെടുന്നത് നിന്റെ കണ്ണീ കാണത്തില്ലേ? 10 മാസം ചുമന്നതന്നെയല്ലേ നീ അവനെ പ്രസവിച്ചത്? 10 മാസം ഒരു കുഞ്ഞിനെ ചുമന്ന് പ്രസവിച്ച് പാലുകൂട്ടിയ ഒരമ്മയ്ക്കും ഇങ്ങനെ പറയാൻ സാധിക്കില്ല. സ്വന്തം മോനൊരു ജോലിക്ക് പോയി തിരിച്ചു വരുന്നവരെ അവർ നെഞ്ചിൽ തീയായിരിക്കും. നിന്നെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നീയൊക്കെ സാധാരണ ജന്മം അങ്ങനെയൊന്നും നിങ്ങൾ പറയണ്ട. ഓ, എനിക്കും അവനോട് ഇഷ്ടമൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, അവന്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയില്ലേ, കയ്യിലിരിപ്പ് അങ്ങനെ ആയിപ്പോയില്ലേ എന്ന് പറയുന്നുണ്ട്. അതിന് കാരണക്കാരി നീ കൂടിയാ. നീ മാത്രല്ല, ദേ നിന്റെ ഈ മൂത്ത മകൻ ശ്രുതി കൂടി. അതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കാതിരിക്കുന്നതായിരിക്കും 2 പേർക്ക് നല്ലത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് പോകുമ്പം 2 പേരും ഒന്നും മിണ്ടാതെ നിൽക്കാൻ കേട്ടോ. അങ്ങനെ രേവതി ജോലിയെല്ലാം തീർത്തിട്ട് നേരെ പൂക്കച്ചവടത്തിനായിട്ട് പോകണുണ്ട്. അതിനു മുന്നേ സച്ചിയെ വിളിക്കുമ്പം ഞാൻ തമിഴ്നാട്ടിലേക്ക് റീച്ച് ആവാറായി എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കാണ്. അങ്ങനെ സച്ചി പോകേണ്ട സ്ഥലത്ത് എത്തിയിട്ടോ.
അവിടെ ചെന്നതിന് ശേഷം ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ് കേട്ടോ സച്ചിൻ്റെ കൂടെ അദ്ദേഹം വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് വൈഫും ഉണ്ട്. അങ്ങനെ അവർ വേറെ കുറേ സ്ഥലങ്ങളൊക്കെ സച്ചിയെ കൊണ്ട് കറങ്ങുന്നുണ്ട്. അങ്ങനെ രാത്രിയാകുമ്പം അവർ ഹോട്ടലിൽ ഒരു മുറിയെടുക്കുകയാണ്. സച്ചിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു മുറിയെടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചി രാത്രി അവിടെ കിടന്നുകൊണ്ട് രേവതിയെ വീഡിയോ കോൾ ചെയ്യാണ്. രേവതി അല്ല എവിടെ കിടക്കുന്നു ചോദിക്കുമ്പോൾ ചുറ്റും വീഡിയോ കോളിലൂടെ കാണിച്ചു കൊടുക്കാണ്. ആഹാ, ഇത് കൊള്ളാലോ സച്ചിയേട്ടാ, എന്തടിപൊളി മുറിയാ. രേവതി, ഞാനൊരു കാര്യം ഉറപ്പിച്ചു. ഞാനേ ഈ ഒരു റൂമിൻ്റെ ഫോട്ടോ മൊത്തം എടുത്തു വച്ചിരിക്കുക. ഇതുപോലെ തന്നെ പണിയണം നമ്മുടെ മുറിയും. സച്ചിയേട്ടാ, ലക്ഷങ്ങൾ വേണ്ടേ? അല്ലാതെ തന്നെ നോക്കിയപ്പം 7 ലക്ഷം എന്നാ അയാൾ പറഞ്ഞത്. ഇതും കൂടെ പണിയുമ്പം 10 ലക്ഷം രൂപയെങ്കിലും വരില്ലേ? എത്രയായാലും സാരമില്ല, നമുക്ക് ഇതുപോലൊരു മുറി വേണം പണിയാൻ. എല്ലാവരും കണ്ടു തരണം. 5 സ്റ്റാർ ഹോട്ടലാണ് സച്ചിയേട്ടാ. അതേ രേവതി, 5 സ്റ്റാർ ഹോട്ടലാ. അത് മാത്രമല്ല ഫുഡൊക്കെ നമ്മുടെ മുറി കൊണ്ട് തരും. എനിക്കിങ്ങനെ തരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. സാധാരണ ഡ്രൈവർമാർ കാറിലൊക്കെ കിടന്നുറങ്ങാറ്. പക്ഷെ ഈ വന്ന ഫാമിലിയെ നല്ല മനസാക്ഷിയുള്ള മനുഷ്യരാണ്. പോയ വഴിക്കെല്ലാം എനിക്ക് ഡ്രിങ്ക്സും അതുപോലെ ഭക്ഷണവും എല്ലാം വാങ്ങിത്തന്നു. എന്നെ ഒരു സഹോദരനെ പോലെ അവർ കൊണ്ടു നടന്നു. അത് മാത്രമല്ല ഇവിടെ വന്നപ്പോൾ ഇത്രയും നല്ലൊരു മുറി എടുത്തു തന്നു. 5 സ്റ്റാർ മുറിയാ എന്നൊക്കെ പറയാണ്. അത് കൊള്ളാലോ. മലയാളികളാണോ? അല്ല, തമിഴ്ക്കാരാ. ഇവിടെ എന്തോ ഒരു പ്രോപ്പർട്ടിയുടെ ആവശ്യമുണ്ടെയൊക്കെ വന്നതാ. എന്തായാലും നാളെയും കൂടി ഉണ്ട്. നാളെയും കൂടി എനിക്ക് മുറിയിൽ കഴിയാം എന്ന് പറയാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വീട് ഒരു സ്വർഗം തന്നെയല്ലേ രേവതി? ഇവിടെയൊക്കെ വിട്ടു വരുന്ന വേറെ സ്ഥലത്ത് കിടക്കുമ്പോഴാണ് നിന്നെയൊക്കെ മിസ് ചെയ്യുന്നേ. അച്ഛനെയും നിന്നെയും ശ്രീകാന്തിനെയും എല്ലാവരും ഞാൻ മിസ് ചെയ്യുന്നുണ്ട് ഒത്തിരി എന്ന് പറയാണ്. അല്ല, അവിടെ എല്ലാവരും എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യാനാ സച്ചിയേട്ടാ? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു പോയി കിടന്നു. ഞാനിവിടെ പൂ കെട്ടിക്കൊണ്ടിരിക്കാം. നീ ഇന്ന് ഹാളിൽ ഒറ്റയ്ക്കല്ലേ? അത് പിന്നെ അങ്ങനെയല്ലേ, മിക്കവാറും ദിവസം സച്ചിയേട്ടൻ ടെറസിലേക്ക് പോയില്ലേ, പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയല്ലേ. അതൊക്കെ എനിക്ക് ശീലമല്ലേ. ഒത്തുനേരം ഉറക്കം കളിച്ചിരിക്കാതെ കിടന്നുറങ്ങാൻ നോക്ക്. ഞാനും ഉറങ്ങാൻ പോവാ, ഇനി നാളെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയും സച്ചി അവരെയും കൂട്ടിക്കൊണ്ട് പല പല സ്ഥലങ്ങൾക്ക് രജിസ്ട്രേഷനും അങ്ങനെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉച്ചയ്ക്ക് ഇവർ ഊണ് കഴിക്കുന്നുണ്ട് കേട്ടോ. 3 പേരും ഒരു സ്ഥലത്ത് നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഭാര്യയും ഭർത്താവും കൂടി ഇവരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സച്ചിയോട് പറയുന്നുണ്ട്, എന്നാ ചെയ്യാനാ, ഒരു മലയാളിയായിപ്പോയി, അവനെ ഞങ്ങൾ വിശ്വസിച്ചതായിപ്പോയി തെറ്റെന്നൊക്കെ പറഞ്ഞ് തമിഴിൽ സംസാരിക്കുകയാണ്. എന്ത് പറ്റി സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമുണ്ട്. ഞങ്ങൾ തമിഴ്നാട്ടിൽ ചെന്നൈയിൽ ഞങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ വേണ്ടി പോയതാ. പക്ഷെ എന്ത് ചെയ്യാനാ, അവിടെ വന്ന് 2 മലയാളികൾ ഞങ്ങളെ പറ്റിച്ച് കടന്നു കളഞ്ഞു. മലയാളികളോ? അതെ, മലയാളികൾ തന്നെയാ. അവിടെ തമിഴൊക്കെ സംസാരിച്ചു, പക്ഷെ അവർ മലയാളത്തുകാരാ. ചെന്നൈയിൽ നല്ലൊരു വീടൊക്കെ കാണിച്ചിട്ട് അതിന് അഡ്വാൻസ് മേടിച്ച് അവർ മുങ്ങി. അപ്പോൾ സച്ചി തനിക്ക് നടന്ന ഇൻസിഡൻറ്റിനെ കുറിച്ച് ഓർക്കാണ്. സാറേ, ഇതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ സംഭവിച്ചു. എൻ്റെ ഏട്ടൻ ഒരു ബിസിനസ്സുകാരനാ, ഏട്ടത്തി ഒരു ബ്യൂട്ടീഷ്യനും. 2 പേരും കൂടി ഉണ്ടാക്കിയ പൈസ കൊണ്ട് ഒരു വീട് വാങ്ങിക്കാൻ അവർ തീരുമാനിച്ചു. 5 കോടി രൂപ വിലയുള്ള വീട് 3 കോടിക്ക് തരാമെന്ന് ഇയാൾ പറഞ്ഞത് കേട്ടപ്പോഴേക്കും എൻ്റെ ചേട്ടൻ അതിലേക്ക് ചാടി വീണു. എന്താ ഏതാ ഒന്നും അന്വേഷിക്കാതെ 30 ലക്ഷം രൂപയാണ് അഡ്വാൻസ് കൊടുത്തത്. ഫേക്ക് ഡോക്യുമെന്റ്സ് എല്ലാം കാണിച്ചുകൊണ്ട് അവരതിൽ എൻ്റെ ഏട്ടനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് 30 ലക്ഷമായിട്ട് അവർ കടന്നു കളഞ്ഞു. ആ വില്ലയിൽ ഞങ്ങൾ ഒരു ദിവസം താമസിക്കുകയായിരുന്നു. ആ സമയത്താണ് വീടിൻ്റെ യഥാർത്ഥ ഓണർ പോലീസുമായിട്ട് വന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കി വിട്ടു. വീട്ടിലെന്നും പറഞ്ഞ് ഭയങ്കര പ്രശ്നവും ബഹളവും ഒക്കെ ആയി. 30 ലക്ഷം രൂപയാണ് പോയത്. ഞങ്ങളൊക്കെ സാധാരണക്കാരനല്ലേ, ഞാനൊരു ഡ്രൈവറാ. എൻ്റെ ഏട്ടനാണെങ്കിലോ ബിസിനസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ ഒരു സമയത്താണ് ഇങ്ങനൊരു തിരിച്ചടി കിട്ടുന്നത്. ലാഭം കിട്ടിയ 10 ലക്ഷവും പിന്നെ എവിടെ നിന്നൊക്കെയോ കടം മേടിച്ച് 20 ലക്ഷം രൂപയും കൊണ്ടാണ് ആ ഒരു വീട് മേടിച്ചത്. ഇപ്പം പൈസയില്ല, വീടും ഇല്ല, ഒന്നിനത്തെ അവസ്ഥയിലായി. അവനും മാനസിക തളർന്നു. വീട്ടിലെല്ലാവരും ആകെപ്പാട് ടെൻഷനായി. എന്ത് ചെയ്യാനാ, അയാളെക്കുറിച്ച് ഒരറിവും ഇല്ല. അവൻ്റെ ഫോട്ടോ ഞങ്ങളുടെ ഉണ്ട്. ആ ഒരു കപ്പിള് പറയണം കേട്ടോ. ചെന്നൈയിൽ ഇപ്പം ഞങ്ങൾ വന്നതുപോലും ആ ഒരു ഇഷ്യൂ ഒക്കെ സംബന്ധിച്ച് കുറേ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യത്തിലും വേറെ പ്രോപ്പർട്ടി ആവശ്യത്തിനൊക്കെയാണ് ഞങ്ങൾ വന്നത്. എന്തായാലും അവനെ ഞങ്ങൾ വിടില്ല. മരിക്കുന്നതിന് മുമ്പേ അവളെ ഞങ്ങൾ തപ്പിയെടുത്തിരിക്കും. ഇപ്പോഴൊന്നും അല്ല, വർഷങ്ങളായിട്ട് 2 പേരും ഇതേ പണി തന്നെയാണ്. അയാളുടെ ഫോട്ടോ ഞാൻ കാണിച്ചില്ലെന്നും പറഞ്ഞിട്ട് ഫോട്ടോ കാണിക്കുമ്പം നമ്മുടെ സച്ചി ഞെട്ടിപ്പോവാണ്. നമ്മുടെ സുധിയെ പറ്റിച്ച അതേ ആൾ തന്നെയാണ് കേട്ടോ. ആ ഫോട്ടോയിൽ സച്ചി ഞെട്ടിപ്പോകുന്നുണ്ട്. അയ്യോ സാർ, ഇവർ തന്നെയാ ഞാൻ പറഞ്ഞ ആൾക്കാർ. എൻ്റെ ഏട്ടനെ പറ്റിച്ച് കടന്നു കളഞ്ഞതും ഇവനും ഈ പെണ്ണുമ്പിള്ളയും ചേർന്നാണ് എൻ്റെ ഏട്ടനെ പറ്റിച്ചത് എന്ന് പറയാണ്. അപ്പോൾ ഇവരുടെ സ്ഥിരം പണിയല്ലേ ഇത് എന്ന് 2 പേരോട് ചോദിക്കണം കേട്ടോ. ഇവൻ്റെ പേര് വിശ്വനാഥൻ എന്നാ. ഇയാളിതുപോലെ
പോലീസുകാർ ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്. പല പല സ്ഥലങ്ങളിലും പോയിട്ട് ഇവരിതുപോലെ വീട്ടിൽ 2-3 മാസം താമസിക്കും. എന്നിട്ട് ആ വീടിൻ്റെ ഓണേഴ്സാണെന്ന് പറഞ്ഞുകൊണ്ട് ബ്രോക്കർമാരെയൊക്കെ വെച്ച് പറ്റിച്ച് അഡ്വാൻസ് മേടിച്ചൊരു മുങ്ങല ഇവരുടെ പണി. അതും വലിയ വീടുകളിലാണ് ഇവർ താമസിക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ ആ തമിഴ് കപ്പിൾസും അത് തന്നെ പറയാണ്. ഇങ്ങനെ തന്നെയാ ഞങ്ങളോടും പറഞ്ഞത്. ചെന്നൈയിൽ ഒരു വീടെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ നാലേശ് നോക്കിയേ, അതും ബീച്ച് സൈഡിലാണെന്നൊക്കെ പറഞ്ഞ് ഒരു സ്ഥലം ഞങ്ങളെ കൊണ്ട് കാണിച്ചു. കുറച്ചകത്തോട്ടാണെങ്കിലും നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമായിരുന്നു. ഞങ്ങൾക്ക് ആ സ്ഥലം ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ ഒരു വീടും ആ ഒരു പ്രോപ്പർട്ടിയും കൂടി 10 കോടി രൂപയായിരുന്നു അവർ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞത്. നോർമലി ആ വീടിന് ഒരു 15 കോടി രൂപയ്ക്ക് വാല്യൂ ഉണ്ട്. അങ്ങനെ 10 കോടി രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിന് സമ്മതിക്കായിരുന്നു. ഞങ്ങളുടെ നിന്നും 1 കോടി രൂപ അഡ്വാൻസാണ് അവർ ചോദിച്ചത്. പക്ഷേ അത് കുറച്ച് കൂടുതലാണെന്ന് ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും കൂടെ ബാർഗൻ ചെയ്ത് 50 ലക്ഷത്തിൽ ഒതുക്കായിരുന്നു. ആ 50 ലക്ഷം വാങ്ങിച്ച് അന്ന് മുങ്ങിയത് അവർ. എവിടാണെന്ന് ഒരറിവുമില്ല. ഞങ്ങൾ കൊടുക്കാനത്തെല്ലാം പരാതി കൊടുത്തു, ഒരുപാട് അന്വേഷിക്കുകയും ചെയ്തു, കണ്ടു കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം അയാൾ പറയാണ്, ഞങ്ങളുടെ മകന് വേണ്ടി ഞങ്ങൾ മേടിക്കാൻ ഉദ്ദേശിച്ചൊരു പ്രോപ്പർട്ടിയാണ്. അവൻ ദുബായിലാണ്. അവൻ വരുമ്പോൾ താമസിക്കാനായിട്ടാണ് ഞങ്ങളത് വാങ്ങിച്ചത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ചതിക്കപ്പെട്ടു പോയില്ലേ. പിന്നെ അവൻ്റെ ഒന്നും ഒരു അഡ്രസ്സും ഇല്ല. പോലീസിലും പാർട്ടിക്കാർക്കും എല്ലാം കംപ്ലൈൻറ്റ് കൊടുത്തു. പക്ഷേ 2 പഠിച്ച കള്ളന്മാരാ. ഒരു അഡ്രസ്സും ഇല്ലാതെയല്ലേ 2 മുങ്ങുന്നത്. 2 ID കാർഡ് പോലും ഫേക്കാ. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? പല സ്ഥലങ്ങളിലും പല പേരുകളാണെന്നും പറയുന്ന കേൾക്കുന്നുണ്ട് എന്നൊക്കെ ഇവർ പറയാണ്. അങ്ങനെ സച്ചിയും ഇവരും അന്വേഷിച്ചു നടക്കുന്ന ആള് ഒന്ന് തന്നെയാണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ സച്ചി, ഇന്നെന്തായാലും വൈകുന്നേരം നമുക്ക് തിരിച്ചു പോരാം. അതോട് ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ എന്തായാലും വേറെ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു. ഓണറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തത്. മകൻ വന്നു കഴിയുമ്പം അതിന് ഫുൾ എമൗണ്ട് സെറ്റ് ചെയ്യണം, എന്നിട്ട് ഇങ്ങോട്ടേക്ക് താമസം മാറ്റണം എന്നൊക്കെ പറയാണ്. അല്ല, നിങ്ങളിപ്പോൾ ശരിക്കും സ്ഥലം എവിടെയാ? ഞങ്ങൾ ദിണ്ടുകല. പിന്നെ ഞങ്ങളുടെ ബിസിനസ്സൊക്കെ കുറച്ച് കേരളത്തിലുണ്ട്. അങ്ങനെ വ്യാപിച്ച് കിടക്കാം. എൻ്റെ ബിസിനസ്സായിരുന്നു. ഇപ്പോഴെല്ലാം നോക്കി നടത്തുന്ന മകനാ. അവനിപ്പോൾ ദുബായിലും ബിസിനസ് തന്നെയാ. എനിക്ക് 2 ആൺമക്കളാ. ഇവിടുത്തെ കാര്യമൊക്കെ ഇപ്പം ഇളയവനാ നോക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളുടെ 50 ലക്ഷം രൂപയാണ് പോയത്. എന്തോ ഭാഗ്യത്തിനാ അന്ന് 1 കോടി കൊടുക്കാതിരുന്നത്. അതും അത്രയും നല്ല വീടൊക്കെ കാണിച്ചപ്പോൾ ആരാണല്ലോ വീണു പോകും സച്ചി. അവരുടെ സംസാരവും അങ്ങനെയായിരുന്നു എന്നൊക്കെ പറയാണ്. ഇതേ സമയത്ത് അയാളുടെ ഫോണിലേക്ക് ഒരു പോലീസുകാരൻ വിളിച്ചിട്ട് പറയാണ്, നിങ്ങളെ കംപ്ലൈൻ്റ് ചെയ്യുന്ന ആൾ ബാംഗ്ലൂരിലുണ്ട് ഇപ്പോൾ എന്ന് ചെറിയ ഇൻഫർമേഷൻ കിട്ടി. അന്ന് കഴിഞ്ഞ ദിവസം കേരളത്തിലുള്ള പറ്റിച്ചിട്ട് അവർ കടന്നു കളയായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കുറച്ച് CCTV കണ്ടെത്തിയിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പം അവർ ബാംഗ്ലൂരിലേക്ക് ടിക്കറ്റ് എടുത്താണ് സംശയം. അവർ വിമാനം വഴിയാണ് പോയിരിക്കുന്നത്. അവരുടെ ID കാർഡും മറ്റും അവിടെ സ്കാൻ ചെയ്ത് വെച്ച് നിങ്ങൾ പറഞ്ഞതുമായിട്ട് സാമ്യമുണ്ട്. നിങ്ങൾ കാണിച്ച ഫോട്ടോയിലുള്ള ആളെപ്പോഴും തന്നെ തോന്നുന്നുണ്ട് എന്നും പറഞ്ഞൊരു ഫോട്ടോ ഇട്ട് കൊടുക്കുകയാണ്. സച്ചിയോട് ഈ കാര്യങ്ങൾ അയാൾ പറയുന്നുണ്ട്. സച്ചി എവിടെ നോക്കട്ടെന്ന് പറഞ്ഞ ഫോട്ടോ മേടിക്കുമ്പം തലയിലെ ക്യാപ്പൊക്കെ വെച്ച് കോട്ടും സൂട്ടും ഒക്കെ അണിഞ്ഞ് കണ്ണാടിയൊക്കെ വെച്ചിട്ടാണ് അയാൾ നിൽക്കുന്നത്. അതുപോലെ മറ്റേ ആ ഭാര്യയാണെങ്കിലും ജീൻസും അതുപോലെ ടോപ്പൊക്കെ ഇട്ട് കണ്ടാൽ ഒരിക്കലും മനസ്സിലാവാത്ത രീതിയിൽ 2 പേരും വേഷമൊക്കെ മാറ്റിയാണ് പോണത്. പക്ഷേ വിശ്വനാഥൻ എന്ന പേര് അതുതന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ID കാർഡിലെ ഫോട്ടോ വെച്ചിട്ടാണ് ഇയാൾ കൊടുത്ത ഫോട്ടോയുടെ മാച്ച് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇത് അവർ തന്നെയാ. ഇവരെന്താ പറഞ്ഞത്? പോലീസുകാർ എന്താ പറഞ്ഞേ? കേരള നാട്ടിൽ ഒരാളെ പറ്റിച്ചിട്ട് ഇവരിപ്പോൾ ബാംഗ്ലൂരിലേക്ക് പോയിരിക്കുകയാണെന്നാണ് പറഞ്ഞേ. അപ്പോൾ സംശയം വേണ്ട, അത് ഞങ്ങളെ പറ്റിച്ചിട്ട് തന്നെയാണ്. ബാംഗ്ലൂരിലേക്ക് പോയെന്ന് ഉറപ്പാണോ? ഇത് എയർപോർട്ടിലെ CCTVയിൽ നിന്നുള്ള ഫോട്ടോസാണ്. അവർ ബാംഗ്ലൂർക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. എങ്കിൽ പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ? അവന്മാരെ പിടിച്ചാലോ? നമ്മൾ എന്തും പറഞ്ഞ് പോകും സച്ചി. അത് മാത്രമല്ല, അവിടെ ചെന്നാൽ എവിടെ പോയി തപ്പും? കേരളമാണോ ഇത്? അല്ലല്ലോ. എവിടെ പോയാലും തപ്പിലൊന്നും കിട്ടാൻ പോണില്ല. അല്ല സാറല്ലേ പറഞ്ഞത് എല്ലായിടത്തും സാറിന് ബിസിനസ്സൊക്കെ ഉണ്ടെന്ന്. അപ്പം സാറിനും അത്യാവശ്യം പിടിപാടൊക്കെ കാണുമല്ലോ. നമുക്ക് ബാംഗ്ലൂരിലേക്ക് പോയിട്ട് അവിടെ എന്തെങ്കിലും നോക്കിയാലോ? സച്ചി പറഞ്ഞത് ശരിയാ. ബാംഗ്ലൂരിൽ ഞങ്ങൾക്ക് ബിസിനസ്സൊക്കെ ഉണ്ട്. അവിടുത്തെ പോലീസുകാരെയും എനിക്ക് അത്യാവശ്യം അറിയാം. പോലീസുകാരെ മാത്രമല്ല, അവിടെ പൊളിറ്റീഷ്യനെയും കുറച്ചൊക്കെ എനിക്കറിയാം. എന്ത് പറഞ്ഞു നീ എന്ന് ബായോട് ചോദിക്കുമ്പം നമുക്ക് പോയി നോക്കാം. നമ്മുടെ 50 ലക്ഷം രൂപ അങ്ങനെ ഒരാളെ പറ്റിച്ചു കൊണ്ടുപോകണ്ട. നമ്മൾ ദാനമായിട്ടൊക്കെ ഒരുപാട് പേർക്ക് കൊടുക്കാനുള്ളതാ. ആ പൈസ ഒരു ഓർഫനേജിന് കൊടുത്താലേ അത്രയും കുട്ടികൾ നന്നായിട്ട് ജീവിക്കും. അതുകൊണ്ട് ഇതുപോലൊരു കള്ളന്മാർക്ക് ആ പൈസ കൊണ്ട് തൊലയ്ക്കണ്ട. നമുക്ക് എന്തായാലും പോകാമെന്ന് ഈ സ്ത്രീ പറയാണ്. സച്ചിക്ക് പാസ്പോർട്ട് ഉണ്ടോ? പാസ്പോർട്ട് ഉണ്ട്, പക്ഷെ അത് വീട്ടിലാ.
അത് സാരമില്ല, അതിൻ്റെ നമ്പർ എന്താണെന്ന് ഒന്ന് വിളിച്ചറിയിച്ചാൽ മതി. അതിൻ്റെ ഫോട്ടോസ് ഒന്ന് വാട്സപ്പിൽ ഇട്ട് തരാൻ പറ. ബാക്കിയൊക്കെ ഞാൻ ശരിയാക്കാം. നമുക്കങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ ബാംഗ്ലൂർക്ക് പോവാം. ബാംഗ്ലൂർക്കോ? വിമാനത്തിലോ? ഞാനോ? ആരെന്താ സച്ചി ഇതുവരെ വിമാനത്തിൽ കയറിയിട്ടില്ലേ? അയ്യോ ഇല്ല, ഞാനൊരു ആവശ്യത്തിന് വേണ്ടി പാസ്പോർട്ട് എടുത്തു വെച്ചതേ ഉള്ളൂ. അതെന്തായാലും നന്നായില്ലേ, ഇന്ന് വൈകിട്ട് തന്നെ നമുക്ക് പോയിക്കളയാം. എന്ത് പറയുന്നു? അല്ല സാർ, ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അതൊക്കെ നമുക്ക് വാങ്ങിക്കാടോ, ഒരു ദിവസത്തെ കാര്യമില്ലുള്ളൂ. കാറ് ഞാൻ പല സ്ഥലത്ത് പാർക്ക് ചെയ്താൽ മതി. അവിടെയാ ഞാൻ മിക്കവാറും പാർക്ക് ചെയ്യാറുള്ളത്. അവിടെ കൊടുത്തിട്ട് നമുക്ക് ബാംഗ്ലൂർക്ക് പോകാം. അങ്ങനെ സച്ചി രേവതിയെ വിളിക്കാണ്. എന്നിട്ട് ഞാൻ ബാംഗ്ലൂർക്ക് പോവാണെന്ന് പറയുമ്പം രേവതി ചോദിക്കുന്നുണ്ട്, ബാംഗ്ലൂർക്കോ? എന്തിനാ? അതൊക്കെ ഉണ്ട്, ആ ഒരു ഓട്ടം വന്ന കസ്റ്റമറുടെ കൂടെയാണ്. അതൊക്കെ ഞാൻ പിന്നെ പറയാം. നീ എത്രയും പെട്ടെന്ന് എൻ്റെ പാസ്പോർട്ടിൻ്റെ ഫോട്ടോ അയച്ചു തരാൻ പറയുന്നുണ്ട്. അങ്ങനെ പാസ്പോർട്ടിൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഇവിടെ വെച്ച് തന്നെ ഇദ്ദേഹത്തിന് പിടിപാട് കൊണ്ടായിരിക്കാം എല്ലാം വേഗത്തിൽ തന്നെ ശരിയാക്കുന്നുണ്ട് കേട്ടോ. പാസ്പോർട്ട് കയ്യിലില്ലാതെ തന്നെ അതിൻ്റെ കോപ്പി ഉപയോഗിച്ചും ബാക്കി ഡീറ്റെയിൽസൊക്കെ ഉപയോഗിച്ചും അവരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാണ്. അങ്ങനെ അന്ന് നൈറ്റ് തന്നെ ബാംഗ്ലൂർക്ക് പോകാൻ ഇവർ 3 പേരും റെഡിയാവാണ് കേട്ടോ. അങ്ങനെ കാറെല്ലാം പാർക്ക് ചെയ്ത് ഇവര് പുതിയ ഡ്രസ്സൊക്കെ സച്ചിക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവർ 3 പേരോടി ബാംഗ്ലൂർക്ക് ചെല്ലാണ്. അങ്ങനെ ബാംഗ്ലൂർ ചെല്ലുമ്പോഴേക്കും നേരം വെളുത്തിട്ടുണ്ടാവും കേട്ടോ. അവിടെ അവരൊരു ഹോട്ടലിൽ സ്റ്റേ ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് അവരവിടുന്ന് ഒരു ടാക്സി ബുക്ക് ചെയ്യാണ്. അങ്ങനെ ടാക്സിയിൽ ഇവരുടെ ഓഫീസിലേക്ക് മറ്റുമായിട്ട് പോവാണ് കേട്ടോ. അവിടെ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസുകാർ ഇയാള് വീട്ടിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. അത്രയ്ക്കും പിടിപാടുള്ള ഒരാളുണ്ടോ അത്. അങ്ങനെ അയാളുടെ നിർദ്ദേശപ്രകാരം പോലീസുകാരവിടെ വരികയാണ്. പോലീസുകാരങ്ങനെ വരുമ്പോഴേക്കും ഈ ഒരു ഫോട്ടോ കാണിച്ച് ഇതാണ് ആള്, ഇപ്പൊ ബാംഗ്ലൂർക്ക് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു, എവിടെയാണെന്ന് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോന്ന് ചോദിക്കാണ്. അതിനെന്താ സാർ, ഞങ്ങൾ നോക്കാം. നിങ്ങൾ പറഞ്ഞ ഡേറ്റിൽ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ CCTV വഴി അവരുടെ മൂവ്മെന്റ്സ് ഒക്കെ നമുക്ക് തിരിച്ചറിയാം. ഇപ്പൊ എവിടെയുണ്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാനും പറ്റും എന്ന് പറയാണ്. അങ്ങനെ പോലീസുകാരാണെങ്കിൽ ഞങ്ങൾക്ക് 2 മണിക്കൂർ സമയം തരണം എന്ന് പറയാണ്. അവിടെ വെച്ച് തന്നെ ഒരു ലാപ്ടോപ്പിലും മറ്റും സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരിനി കുറെ ചെക്ക് ചെയ്യുന്നുണ്ട്. അവിടുത്തെ CCTV ഉള്ള സംഭവങ്ങളെല്ലാം നോക്കാണ്. അങ്ങനെ പോലീസുകാർ നേരെ എയർപോർട്ടിൽ പോയിട്ട് അവിടുത്തെ CCTV ഫുട്ടേജസും തൊട്ടടുത്തുള്ള എല്ലാ ഫുട്ടേജസും എല്ലാം കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ അവർ തപ്പി നോക്കുന്ന സമയത്ത് അവർ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഒരു കാർ വിളിച്ചു പോകുന്നത് കാണുകയാണ്. അങ്ങനെ ആ കാർ അവസാനം നിർത്തി എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. അതൊരു വലിയ ബംഗ്ലാവായിരിക്കും കേട്ടോ. അവിടെ വാടകയ്ക്ക് താമസിക്കാനായിട്ട് അവർ വന്നിരിക്കുകയാണ്. അതും ഈ പറഞ്ഞതുപോലെ ആരെ പറ്റിക്കാൻ വേണ്ടി തന്നെ പോയിരിക്കുകയാണ് കേട്ടോ. നല്ല വില വരുന്ന, കോടികൾ വില വരുന്ന ഒരു ബംഗ്ലാവാണത്. അവിടെ 2 പേരും കൂടി വാടകയ്ക്ക് ആ ഒരു വീട് വാടകയ്ക്ക് എടുക്കുകയാണ്. അവരുടെ അടുത്ത പദ്ധതി അവിടെ തുടങ്ങാണ് കേട്ടോ. എന്നാൽ പോലീസുകാര് കൃത്യമായിട്ട് അവരെവിടെയാണ് ചെന്നിറങ്ങിയെന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ ഇത് ഇവരെ അറിയിക്കുകയാണ്. അങ്ങനെ പോലീസുകാരെയും കൂട്ടി വന്ന ആ ഒരു കസ്റ്റമറും സച്ചിയും എല്ലാം കൂടെ കൂടിയിട്ട് പോലീസിനെയും കൂട്ടിക്കൊണ്ട് നേരെ ആ ബംഗ്ലാവ് അന്വേഷിച്ച് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇവരുടെ ബിസിനസ് സ്ഥാപനത്തിൽ നിന്നും ഏകദേശം 1 മണിക്കൂർ മാത്രം ദൂരമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് നേരെ ആ ബംഗ്ലാവിലേക്ക് ചെല്ലുന്നുണ്ട്. പോലീസ് വണ്ടി വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഇവരൊന്ന് പേടിക്കുകയാണ്. അങ്ങനെ ഇവർ ഓടാൻ തുടങ്ങുമ്പോഴേക്കും പോലീസുകാർ ഇവർ വളഞ്ഞിട്ട് പിടിക്കുകയാണ്. 2 പേരെയും കൈയോടെ പിടിച്ചുകൊണ്ട് പോലീസുകാർ മുമ്പിൽ കൊണ്ട് നിർത്തുന്നുണ്ട്. ഈ സമയത്ത് ആ തമിഴ്ക്കാർ 2 പേരും കൂടി ഇറങ്ങാണ്. ഞങ്ങളെ മനസ്സിലായിടാന്ന് ചോദിച്ചുകൊണ്ട് വിശ്വനാഥിന്റെ മുഖത്ത് തന്നെ ഒറ്റടി വെച്ച് കൊടുക്കുകയാണ്. അയ്യോ സാർ, ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ കാല് പിടിച്ച് കരയുന്നുണ്ട്. അപ്പോഴേക്കും പുറകിന് സച്ചി ഇറങ്ങി വരുന്നുണ്ട്. നിനക്ക് എന്നെ മനസ്സിലാടാന്ന് ചോദിക്കുമ്പോഴേക്കും വിശ്വനാഥൻ ഞെട്ടിപ്പോവാണ്. കാരണം സുധീർ അനിയൻ സച്ചിയാണെന്ന് ഇയാൾക്കറിയാലോ. വന്ന വഴിക്ക് ഒന്ന് ഏറ്റുമുട്ടലല്ലേ വന്നത്. അറിയാം സാർ എന്ന് പറയാണ്. അങ്ങനെ പോലീസുകാര് ഇവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട്, അതായത് അവനെയും ഭാര്യയും അറസ്റ്റ് ചെയ്തുകൊണ്ട് നേരെ സ്റ്റേഷനിലേക്ക് പോവാണ്. സച്ചി ബാക്കി 2 പേരും കൂടി ഇവരെ പിന്നാലെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റേഷനിൽ ചെല്ലുന്നുണ്ട്. അതിനുശേഷം ഇതുവരെ തങ്ങൾ ഇതുപോലെ 12ഓളം പേരെ പറ്റിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. ഓരോരുത്തരുടെ കയ്യിൽ നിന്നും 50 ലക്ഷം 30 ലക്ഷം 1 കോടി രൂപ വരെ വാങ്ങിയവരുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ എല്ലാ കാര്യം ഡീറ്റെയിൽസും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ സ്റ്റേഷനിലേക്കും ഈ പോലീസുകാർ അലേർട്ട് കൊടുക്കുന്നുണ്ട്. സച്ചി പറയാണ്, എൻ്റെ പൈസ എനിക്കിപ്പോൾ വേണം. എൻ്റെ ചേട്ടൻ കട വാങ്ങിയ പൈസയാ. അപ്പം മറ്റേ പുള്ളിയും അത് തന്നെ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ പൈസ വേണം എന്ന് പറയുമ്പം അത് ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളുടെ ബാങ്കിൽ അക്കൗണ്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരെ കൊണ്ട് നിർബന്ധിച്ച് അവിടെ വെച്ച് തന്നെ ആ ചെക്കിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാം കേട്ടോ. സച്ചിയുടെ കയ്യിലും ആ ചെക്ക് കൊടുക്കുന്നുണ്ട്. ഇവരുടെ അക്കൗണ്ടൊക്കെ അങ്ങനെ ഫ്രീസ് ചെയ്യാണ് കേട്ടോ. ഇവർ 2 പേരെ കാശ് കൊടുത്ത് ഒത്തീർപ്പാക്കിയിട്ട് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാണ്. എന്നിട്ട് കംപ്ലൈൻറ്റും വാങ്ങിച്ചെഴുതുന്നുണ്ട്. അങ്ങനെ ബാക്കിയുള്ള എല്ലാ സ്റ്റേഷനിലേക്കും ഈ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ആ പണം നഷ്ടപ്പെട്ട എല്ലാവരോടും കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറയാണ്. എല്ലാവരും കംപ്ലൈൻറ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലോ. എല്ലാവരോടും ഇതുപോലെ
കോടതിയിൽ ഹാജരാവണം എന്നുള്ള അറിയിപ്പും കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ സ്റ്റേഷനിലേക്കും മെസ്സേജ് പാസ് ചെയ്യാണ്. അങ്ങനെ 30 ലക്ഷം രൂപയുടെ ആ ചെക്ക് കയ്യിൽ കിട്ടിയ സന്തോഷമുണ്ട് സച്ചി. അങ്ങനെ മറ്റേ 2 പേർക്കും അവരുടെ 50 ലക്ഷം തിരിച്ചു കിട്ടിയല്ലോ. അവർക്ക് ഒത്തിരി ഹാപ്പി ആവുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസുകാരെയൊക്കെ കാണേണ്ട വിധത്തിൽ കണ്ടിട്ട് ആ മുതലാളിയും ആ വൈഫും കൂടി അവിടെ സച്ചിൻ്റെ കൂടെ തിരിച്ചു വരാണ്. അങ്ങനെ അവർ അന്ന് വൈകുന്നേരം തന്നെയുള്ള ഫ്ലൈറ്റിന് അവർ തിരിച്ച് തമിഴ്നാട്ടിലേക്ക് വരികയാണ് കേട്ടോ. നമ്മുടെ സച്ചിൻ്റെ കാറൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന അവിടെ ആണല്ലോ. അതുകൊണ്ട് ചെന്നൈയിലേക്ക് തന്നെ അവർ തിരികെ വരികയാണ്. ഈ സമയത്തല്ല രേവതി വിളിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ഫോൺ റീച്ച് ആവുന്നില്ല. രേവതിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ഒന്ന് ഇറങ്ങിയ ഉടനെ തിരിച്ചിറങ്ങാണ്. അങ്ങനെ അവർ പറയുന്നുണ്ട് എന്തായാലും സച്ചിയെ കാണാൻ പറ്റിയത് കൊണ്ടൊക്കെ ഇത്രയൊക്കെ കാര്യങ്ങൾ നടന്നു. സച്ചി പറയാണ് നിങ്ങളെ കണ്ടതുകൊണ്ടാ എനിക്ക് പൈസ കിട്ടിയത്. ഒരുപാട് നന്ദിയുണ്ട്. ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് നിങ്ങൾക്ക് പറയാൻ മനസ്സിലാവില്ല. കട വാങ്ങിച്ച എന്നെ ചേട്ടനതൊക്കെ ചെയ്തത്. ഇത് കൊടുക്കുമ്പം അവൻ ഒരുപാട് സന്തോഷമാകും എന്നൊക്കെ പറയാണ്. അങ്ങനെ അവർ തിരിച്ച് അപ്പോൾ തന്നെ കേരളത്തിലേക്ക് വരുന്നു കേട്ടോ. ഏകദേശം പിറ്റേ ദിവസം വെളുപ്പാക്കി ആകാറാകുമ്പോഴേക്കും അവരെ കേരളത്തിലെത്താണ്. അപ്പോൾ രേവതിയുടെ ഒരുപാട് കോളുകൾ സച്ചി കാണുന്നുണ്ട്. സച്ചി ഫോൺ എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക, രാവിലെ തന്നെ ഞാനിവിടെ എത്തും എന്ന് പറഞ്ഞിട്ട് കട്ടാക്കുന്നുണ്ട്. അപ്പോഴാണ് രേവതിക്ക് ഒരു സമാധാനമാവുന്നത്. അങ്ങനെ ഇവരെ കൊണ്ടുവന്ന് കേരളത്തിൽ അവരുടെ സ്ഥാനത്തിന് ഇറക്കി വിടുന്നുണ്ട്. സച്ചിക്ക് അവർ 30,000 രൂപ കൊടുക്കുമ്പം അയ്യോ സാർ ഇതിൻ്റെ ആവശ്യമില്ല, 2 ദിവസത്തെ അത്ര യാത്രയ്ക്ക് 15,000 രൂപ മാത്രം മതി എന്ന് പറയുമ്പം അത് സാരമില്ല സച്ചി, ഇത് വെച്ചോ. സച്ചി കാരണം ഞങ്ങൾക്ക് പൈസ കിട്ടിയല്ലോ. അത് മാത്രമല്ല ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈവറെ ഞങ്ങൾക്ക് കിട്ടി തന്നെ വലിയ കാര്യമാണ്. പിന്നെ ഇനി എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞങ്ങൾ സച്ചിയെ വിളിക്കുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആ 30,000 രൂപ സച്ചിക്ക് കൊടുത്തിട്ട് അവർ പോകുന്നുണ്ട്. ഈ ചെക്ക് കിട്ടിയ സന്തോഷത്തിൽ സച്ചിയാണെങ്കിലോ വീട്ടിലേക്ക് പാഞ്ഞു വരുന്നുണ്ട് കേട്ടോ. സമയം ഏകദേശം രാവിലെ 7 മണിയായിട്ടുണ്ട്. എല്ലാവരും ഉറക്കമൊക്കെ എഴുന്നേറ്റ് ചായ കുടിക്കുന്ന സമയം. അങ്ങനെ സച്ചി കാറ് നിർത്തുമ്പോഴേക്കും രേവതി അച്ഛാ സച്ചിയേട്ടൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്ന് വാതിൽക്കൽ നിൽക്കുകയാണ്. സച്ചി ഓടി അകത്തേക്ക് കയറി വരുന്നുണ്ട്. രേവതി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചുകൊണ്ട് തുള്ളിച്ചാടുകയാണ്. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ് എന്താടേ കാണിക്കുന്നത്, എന്ത് പറ്റിയടാ, എന്താ ഭയങ്കര സന്തോഷം എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ അകത്തേക്ക് വാ, രേവതി അകത്തേക്ക് വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറിച്ചില്ലാണ്. ചന്ദ്രാണെങ്കിലോ മോഹം വീർപ്പിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും അവിടെ ഉണ്ട് ഹാളില്. ശ്രീകാന്തും വർഷയും ശ്രുതിയും എല്ലാവരും ഉണ്ട്. എന്താണ് സന്തോഷം, കാര്യം പറടാ, ഇതെന്താണെന്നറിയോ, നോക്കിയെല്ലാവരും എന്താടാ ഇത് എന്ന് ചോദിക്കുമ്പോൾ വർഷ ചോദിക്കുകയാണ് അത് ചെക്കാണല്ലോ, എന്താ സച്ചിയേടാ, എത്ര രൂപയോ നോക്ക് വർഷേ എന്ന് പറഞ്ഞ് വർഷയുടെ കയ്യിൽ കൊടുക്കുകയാണ്. 30 ലക്ഷം രൂപയോ? അതെ 30 ലക്ഷം രൂപ. ഇത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോവാണ്. രവീന്ദ്രൻ ചോദിക്കുകയാണ് എടാ എവിടുന്ന് ഇത്രയും പൈസ? രേവതി ചോദിക്കുന്നുണ്ട് സച്ചേട്ടാ ഇത് എവിടുന്നാ? അതൊക്കെയുണ്ട്, വലിയൊരു സംഭവ. അങ്ങനെ കഴിഞ്ഞ 2 ദിവസമായിട്ട് സംഭവിച്ച എല്ലാ കാര്യങ്ങളും പറയാണ്. അപ്പോഴേക്ക് ശ്രുതി വന്നിട്ട് സത്യമാണോ നീ പറയുന്നേ, അയാളെ കണ്ടുപിടിച്ചോ, ആ പൈസയാണോ ഇത് എന്ന് ചോദിക്കുകയാണ്. നീ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഞാൻ കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ ഫോണിൽ ആ വിശ്വനാഥന്റെയും ഭാര്യയുടെയും വീഡിയോ എടുത്തായിരുന്നു കേട്ടോ. ആ വീഡിയോ എടുക്കുന്നതും പോലീസ് സ്റ്റേഷനിൽ അവർ നിൽക്കുന്നതും ആ പോലീസുകാരോട് തല്ലു കൊടുക്കുന്നതും എല്ലാ വീഡിയോസും ഇവരെടുത്തോണം കേട്ടോ വന്നത്. ആ വീഡിയോ ഒക്കെ കാണിക്കാണ്. ഇപ്പം നിനക്ക് വിശ്വാസമായല്ലോ. എടാ നീയേ 7 ഡിഗ്രി ഇട്ട് ഒരു കാര്യമില്ല, നീ മണ്ടനാ. പക്ഷേ എനിക്കോ ഡിഗ്രി ഒന്നുമില്ല. കണ്ടോടാ 30 ലക്ഷം ഞാൻ ഒപ്പിച്ചത്, അതും ഒറ്റ ദിവസം കണ്ട് ബാംഗ്ലൂർ വരെ പോയടാ ഞാൻ എന്ന് പറയാണ്. അപ്പോഴേക്കും ശ്രുതി കരയാണ് കേട്ടോ. കരഞ്ഞുകൊണ്ട് എങ്കിലും ഒരുപാട് നന്ദിയുണ്ട്, 10 ലക്ഷം രൂപ മാത്രമാണ് എൻ്റെ കാശ്, ബാക്കി 20 ലക്ഷം രൂപ കടവാ, അത് നീ തന്നല്ലോ, ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറയാണ്. ശ്രുതിക്ക് കാശ് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമായിട്ടോ. ചന്ദ്രനാണെങ്കിലോ എൻ്റെ മോനെ ദൈവം അനുഗ്രഹിച്ചു, എൻ്റെ മോൻ്റെ മനസ്സുപോലെ തന്നെ ആ പൈസ തിരികെ കിട്ടിയല്ലോ. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞുണ്ട് നാണമുണ്ടോ നിനക്ക് അങ്ങനെ പറയാനായിട്ട്? സച്ചി പാവം എന്തുമാത്രം കഷ്ടപ്പെട്ടാ ബാംഗ്ലൂരിൽ പോയിട്ട് ആ പൈസ കൊണ്ടുവന്നത്, എന്നിട്ട് അവനൊരു വാക്ക് പോലും നീ പറയുന്നില്ലല്ലോ. അപ്പോഴും നിന്റെ സുതിമോ നല്ലതല്ലേ എന്ന് ചോദിക്കാണ്. പക്ഷെ ചന്ദ്ര ഒന്നും മിണ്ടാതെ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കുകയാണ്. സച്ചി പറയുന്നുണ്ട് ഇന്നാ പിടിച്ചോ, 30 ലക്ഷം രൂപ പോയി എടുക്കാൻ നോക്ക്, എന്നിട്ട് കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുക്കാൻ നോക്ക്, ഇനിയെങ്കിലും എന്റെ വില മനസ്സിലാക്കടാ എന്ന് പറയാൻ കേട്ടോ. അപ്പൊ രേവതിയും ഒരു നല്ലൊരു ബോൾഡായിട്ട് നിൽക്കാണ്. അവളുടെ ഭർത്താവല്ലേ പൈസ കൊടുത്തത്, അതുകൊണ്ട്. വർഷ പറയാണ് സച്ചിയേട്ടനെ അല്ലെങ്കിൽ ഹീറോയ പുലിയാ അല്ലെപ്പോൾ 8 ദിവസം കിടക്കണ ഈ പൈസ കിട്ടാ. സുധിയേട്ടനാണെങ്കിലോ മണ്ടത്തിലല്ലേ കാണിക്കുള്ളൂ, 30 ലക്ഷം രൂപ കൊണ്ട് തൊലച്ചില്ലേ. സച്ചിയേട്ടൻ കണ്ടോ ആ തിരിച്ചു കൊണ്ടുവന്നത്, ആൾക്കാരെയും പിടിച്ചു. ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എങ്കിലും പൈസ മടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് മാത്രം അവളൊന്ന് മിണ്ടാതെ നിൽക്കാൻ കേട്ടോ. അങ്ങനെ ശ്രുതി പൈസ ഈ ഒരു ചെക്ക് കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കാൻ കേട്ടോ. ബാ ശ്രുതി ഇങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അകത്തേക്ക് കൊണ്ടുപോവാണ്. ഈ സമയത്ത്
സച്ചി പറയാണ്, അച്ഛാ അത് മാത്രമല്ല, ആ കസ്റ്റമറെ എനിക്ക് എത്ര രൂപയെന്നറിയോ? 30,000 രൂപ. 10,000 രൂപയുടെ ഓട്ടം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവരെ 30,000 രൂപ വന്നു. വേണമെന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് തന്നതാ. അടുത്ത തവണ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞാ പോയത്. രേവതി കണ്ടോ, 30,000 രൂപയുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ എങ്ങനെ പോയാലും 2 മാസത്തിനുള്ളിൽ ഞങ്ങൾ ഞങ്ങളുടെ മുറിയുടെ പണി തുടങ്ങും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ പൈസയും തിരികെ കിട്ടുകയാണ്. അപ്പോൾ ഇതുപോലുള്ള സ്റ്റോറീസ് ഒക്കെ നമ്മുടെ ചാനലോടെ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാം കേട്ടോ. പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അതിനുവേണ്ടി ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.